മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അവൻ സോര്യരുടെയും സീദോന്യരുടെയും നേരെ കുത്തിച്ചിരിക്കുമ്പോൾ രാജാവിൻ്റെ ദേശത്തു നിന്ന് തങ്ങൾക്ക് ആഹാരം കിട്ടിവരികയാൽ അവർ ഏകമനസ്സോടെ അവൻ്റെ അടുക്കൽ ചെന്ന് രാജാവിൻ്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദമത്രയെന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കരിയായി പ്രാണനെ വിട്ടു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം വ്യത്യസ്ത ശക്തികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരധ്യായമാണ്. അതിലെ ആദ്യ വാക്യം ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കാൻ കൈനീട്ടി എന്നാണ്. പിശാച് ഹേരോദാവിനെ ദൈവമക്കൾക്കെതിരെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് നാം കാണുന്നത് പിശാചിൻ്റെ ശക്തിയാണ്. പിശാച് ശക്തിയുണ്ട്. മോശ വടിയിട്ടപ്പോൾ മന്ത്രവാദികളും അവരുടെ വടിയിട്ടപ്പോൾ അതും പാമ്പായി. മന്ത്രവാദികൾ വെള്ളത്തെ അടിച്ച് മോശ ഉണ്ടാക്കിയതുപോലെ രക്തമുണ്ടാക്കി. അതുപോലെ മന്ത്രവാദികളും തവളയുണ്ടാക്കി. തീർച്ചയായിട്ടും ഒരു പരിധി വരെ ശക്തി സാത്താനുണ്ട്, പക്ഷേ സർവശക്തിയില്ല. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിലെ രണ്ടാമത്തെ ശക്തി പ്രാർത്ഥനയുടെ ശക്തിയാണ്. പത്രോസിനെ തടവിലാക്കി പിറ്റേന്ന് വിസ്തരിച്ച് കൊല്ലാനിരിക്കുന്ന സമയത്ത് ദൈവമക്കൾ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയ്ക്ക് ഏത് കാലത്തും അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ശക്തി അത് വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. പത്രോസ് കാരാഗൃഹത്തിൽ പിറ്റേന്ന് കൊല്ലാനിരിക്കുന്ന പത്രോസ് സുഖമായിട്ട് പടയാളികളുടെ മധ്യ ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. കാരണം പത്രോസിനോട് കർത്താവ് പറഞ്ഞിരുന്നു, നീ വയസ്സനായ ശേഷം നിന്നെ കൈക്ക് വിലങ്ങ് വെച്ച് കൊണ്ടുപോയി രക്തസാക്ഷിയാക്കും, കുരിശിക്കും. ഇപ്പോൾ വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഇതൊരു AD 44 കാലത്താണ് ഇത് സംഭവിക്കുന്നത്. പത്രോസ് ഇപ്പോഴും യുവാവാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ പത്രോസ് വിശ്വസിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അടുത്തത് ദൈവദൂതൻ്റെ ശക്തിയാണ്. ദൈവദൂതൻ വാതിൽ തുറക്കാതെ അകത്തിയെന്ന് പത്രോസിനെ
തട്ടിയുണർത്തി ചെരുപ്പൊക്കെ ഇടിയിച്ച് മേലങ്കി പുതപ്പിച്ച് പുറത്തേക്ക് തെരുവിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ പത്രോസ് ദൈവമക്കൾ കൂടി പ്രാർത്ഥിക്കുന്ന യോഹന്നാൻ്റെ ആ വീടിൻ്റെ പടിപ്പുരയ്ക്കൽ മുട്ടി ഒരു ബാല്യക്കാരത്തി വന്ന് പത്രോസിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞു. അവർ വന്ന് പത്രോസിനെ വാതിൽ തുറന്നകത്താക്കി. പത്രോസ് അവരെ ധൈര്യപ്പെടുത്തിയ ശേഷം കൈസരിയിലേക്ക് പോയി. പിറ്റേന്ന് പത്രോസിനെ കാണാതെ വന്നതിനാൽ കാവൽക്കാരെ വിസ്തരിച്ച് കൊല്ലുവാനായിട്ടാണ് വിധിയുണ്ടായത്. പിന്നീട് നാം വായിക്കുന്നത് ഹേരോദാവിൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ്. ഹേരോദാവ് സോര്യരുമായി സീദോന്യരുമായി, അത് ഇസ്രായേലിൻ്റെ വടക്കുള്ള 2 രാജ്യങ്ങളാണ്, കടൽ തീര രാജ്യങ്ങളാണ് സോരും സീദോനും. അവർക്ക് ഇസ്രായേലിൽ നിന്ന് ധാന്യങ്ങൾ കൊടുക്കാനൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് വിഘ്നം വന്നപ്പോൾ രാജാവ് അവരുമായി ക്രുദ്ധിക്കാനിടയായി. പക്ഷേ രാജാവിൻ്റെ പള്ളിയറക്കാരനെ സ്വാധീനിച്ച് രാജാവുമായിട്ടൊരു സന്ധിക്ക് അവർ തയ്യാറായി. ഹെരോദാവ് ഭദ്രാസനത്തിൽ ഇരുന്ന് ഒരു പ്രസംഗം കഴിച്ചപ്പോൾ അവർ പറയുകയാണ്, ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദമാണ്. മലയാളത്തിൽ പറയും വയറ്റിപ്പഴപ്പ് നിമിത്തമെന്ന്. റേഷൻ കിട്ടാൻ വേണ്ടി, ഭക്ഷണം കിട്ടാൻ വേണ്ടി അവർ പറയുകയാണ്, ഇത് ദേവൻ്റെ ശബ്ദമാണ്. ദേവൻ്റെ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. രണ്ടും ഒരു വാക്ക് തന്നെയാണ്, എലോഹിം. പ്രിയപ്പെട്ടവർ, യാക്കോബിനെ കഴുത്തറുത്ത് കൊല്ലുകയും പത്രോസിനെ തടവിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഈ സോര്യരും സീദോന്യരും ഇദ്ദേഹത്തെ ഇപ്പോൾ ദേവനെന്ന് പുകഴ്ത്തിയത്. അദ്ദേഹം പറയേണ്ടിയിരുന്നത്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്, ഞാൻ ദേവനൊന്നും അല്ലെന്ന് പറയണം. പുസ്തകത്തിൽ 14 നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. ബർന്നബാസിനെയും പൗലൂസിനെയും ദേവന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ച് പൂമാലകൾ കൊണ്ടുവന്ന് ആരാധിക്കാൻ ഒരുങ്ങിയപ്പോൾ പൗലൂസും ബർന്നബാസും പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യരാണ്. ഒരിക്കൽ ദൈവദൂതനെ നമസ്കരിക്കുവാൻ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഒരുങ്ങിയപ്പോൾ ദൂതൻ പറഞ്ഞു, ഞാൻ നിന്നെപ്പോലെ ഒരു ദൈവദാസനാണ്, ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് പറഞ്ഞു. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് ചെന്നപ്പോൾ പത്രോസിനെ നമിക്കുവാൻ കൊർന്നല്യോസ് ഒരുങ്ങി പറഞ്ഞു, നോ, ഞാൻ നിന്നെപ്പോലൊരു മനുഷ്യനാണ്, ദൈവത്തെയാണ് നമസ്കരിക്കേണ്ടത്. നമുക്കറിയാം, എസ്തേറിൻ്റെ പുസ്തകത്തിൽ എല്ലാവരും ഹാമാനെ കുമ്പിടാനായിട്ട് ഒരു വിളംബരം ഉണ്ടായി. പക്ഷേ മോർദെഖായി കുമ്പിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ മുമ്പാകെ മാത്രമേ സാഷ്ടാംഗം പ്രണമിക്കാവൂ, മുട്ടുകുത്താവൂ. ദാനിയേലുള്ള ഉൾപ്പെടെയുള്ള ആളുകളോട് ബിംബത്തെ ആരാധിക്കണം, ശദ്രക്ക് മേശോഭേദനവും തയ്യാറായില്ല. 1 മാസത്തേക്ക് രാജാവിനോട് പ്രാർത്ഥിക്കാവൂ, ദാനിയേലിന് തയ്യാറായില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് തന്നെ കൊടുക്കണം. ഒരു വാക്യമുണ്ട്, എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന്. ദൈവത്തെ വേണം ആരാധിക്കാൻ, ദൈവത്തെ വേണം പിതാവെന്ന് വിളിക്കാൻ, ദൈവത്തിന് മുമ്പാകെ വേണം നമ്മുടെ മുട്ടുകൾ മടങ്ങുവാൻ. ഇവിടെ ഭക്ഷണത്തിനു വേണ്ടി ഈ 2 ദേശക്കാർ രാജാവിനോട്
അങ്ങ് ദൈവമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതേറ്റെടുത്തു, സ്വാഗതം ചെയ്തു, സന്തോഷിച്ചു. പക്ഷെ സംഭവിച്ചത് ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ ദൂതൻ അദ്ദേഹത്തെ അടിച്ചു. അദ്ദേഹം കൃമിക്കിരയായി പ്രാണനെ വിട്ടു. സാധാരണ എല്ലാവരും കൃമിക്കിരയാകും, അത് പ്രാണനെ വിട്ട് മരിച്ചു കഴിഞ്ഞാണ്. എന്നാൽ ഇത് മരിക്കുന്നതിന് മുമ്പ് തന്നെ കൃമികൾ അദ്ദേഹത്തെ തിന്നത്തക്കവണ്ണം കൃമികൾ പൊതിയുവാൻ ഇടയായിത്തീർന്നു. ഒരു ദൈവദൂതൻ അടിച്ചു. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം, അവിടെ 20-ാം അധ്യായത്തിൽ ഹിസ്കിയ രാജാവ് അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൂതൻ അശൂർ പാളയത്തിൽ ചെന്ന് ഒരു രാത്രി 1,85,000 ആളുകളെ കൊന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ദൂതൻ 1,85,000 ആളുകളെ, അശൂര്യരുടെ സൈന്യത്തെ കൊന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് ദൈവദൂതന്മാരുടെ ശക്തി. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നമുക്ക് വേണ്ടി ദൈവം കാവലാക്കിയിട്ടുള്ളത് ശക്തന്മാരായ ദൂതന്മാരെയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ഉന്നതരാണ്. ഇവിടെ ഹെരോദാവിനെ അടിച്ചു കൊന്നു. അത് വലിയ അനുഗ്രഹത്തിന്, സഭയുടെ അനുഗ്രഹത്തിന് കാരണമായി. തൊട്ട് താഴെ നാം വായിക്കുന്നത് ദൈവവചനം പരക്കുവാനിടയായി. അവസാനത്തേത് ദൈവവചനത്തിൻ്റെ ശക്തിയാണ്. എല്ലാ കാലത്തും രാഷ്ട്രീയക്കാരോ മതക്കാരോ ഒക്കെ ബൈബിളിനെതിരായിട്ട്, ദൈവവചനത്തിനെതിരായിട്ട്, ദൈവദാസന്മാർക്കെതിരായിട്ടൊക്കെ തിരിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ദൈവം നന്മയാക്കി തീർക്കുകയാണ് ഉണ്ടായത്. അതാണ് ഇവിടെയും നാം കാണുന്നത്. അപ്പോൾ സാത്താൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സർവ്വശക്തി, പ്രാർത്ഥനയുടെ ശക്തി, വിശ്വാസത്തിൻ്റെ ശക്തി, ദൂതന്മാരുടെ ശക്തി, ന്യായവിധിയുടെ ശക്തി, അവസാനമായി ദൈവവചനത്തിൻ്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, ഈ ശക്തികളൊക്കെ നമുക്കായിട്ട് വ്യാപരിക്കുന്നത് കൊണ്ട് അവൻ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നറിഞ്ഞ് കർത്താവിനെ സ്നേഹിക്കുവാനും ശുശ്രൂഷിപ്പാനും കർത്താവിന് മാത്രം മഹത്വം കൊടുക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആശിഷമാരിയും